ഓരോ സമയവും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഹാസ്യ അവതരണങ്ങൾ മുതൽ ഗൗരവമുള്ള ചില ചരിത്ര സത്യങ്ങൾ വരെ നാടൻ പാട്ടുകളായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മണിച്ചേട്ടന്റെ പ്രശസ്ത ഗാനം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ എന്നതും കരുനിർത്തലിനെ ഇതിവൃത്തമാക്കി ജിതേഷ് ചേട്ടൻ പാടിയ പാലവും പാലവും നല്ല നടപ്പാലം എന്ന് തുടങ്ങുന്ന ചിന്തോദ്ദീപകമായ ഗാനവും ഒന്നാന്തരം ഉദാഹരണങ്ങളാണ്. ഒരു സ്ത്രീയെ ജീവനോടെ കുഴിയിലിറക്കി അവളുടെ തലയിൽ പാലത്തിന്റെ തൂൺ പടുതുയർത്തുന്നതാണ് കരുനിർത്തൽ. പാലത്തിന്റെ തൂണുകൾക്ക് കരുത്ത് കിട്ടണമെങ്കിൽ പെണ്ണിന്റെ ചോര വീഴണമെന്നായിരുന്നു ഒരു കാലത്തെ വിശ്വാസം. ആരെല്ലാമോ ആദ്യം എഴുതുകയും പാട്ടിന്റെ അവതരണ കാലഘട്ടത്തിൽ മറ്റു കുറേ പേർ പുത്തൻ വരികൾ പഴയ ഗാനത്തിന്റെ കൂടെ ചേർക്കുകയും ചെയ്യുന്നു. നാടൻ പാട്ടുകളുടെ പരിണാമവും വികാസവും സാധാരണയായി ഈ രീതിയിലാണ്. എന്നാൽ മണിച്ചേട്ടന്റെയും ജിതേഷ് ചേട്ടന്റെയും മിക്ക മാസ്റ്റർ പീസുകളും പൂർണ്ണമായും അവർ തന്നെ രചിച്ചു, അവർ തന്നെ ആലപിച്ചവയാണ്. അവർ രണ്ടുപേരുടെയും ജീവൻ ദുർവിധി അകാലത്ത് കവർന്നെടുത്തു. അവരുടെ ഗാനങ്ങൾ പല വേദികളിലും ഞാൻ ഇന്ന് ആലപിക്കുന്നു. ഫോക്ലോർ എന്നത് മനുഷ്യ സംസ്കാരമാണ്. എനിക്ക് മറ്റൊരു തൊഴിലിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. ഈ വിഷയത്തിലെ ഗവേഷക വിദ്യാർത്ഥിനിയുമാണ് ഞാൻ. ഫോക്ലോറിൽ ബിരുദാനന്തര ബിരുദവും PG ഡിപ്ലോമയും MPhilഉം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരള സംഗീത നാടക അക്കാദമി അവാർഡും അതിനു മുമ്പ് ഒട്ടനവധി ജനപ്രിയ പുരസ്കാരങ്ങളും നേടി. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ് ആദ്യത്തെ പാട്ടിനുള്ള വരികൾ തയ്യാറാക്കിയത്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്ന് തുടങ്ങുന്ന പ്രശസ്ത നാടൻ പാട്ടിൽ പുതിയ വരികൾ അദ്ദേഹം എഴുതി ചേർത്തു. പഴയ വരികൾ വ്യത്യാസപ്പെടുത്തുകയും ചെയ്തു. ഈ ഗാനം പലരും ആലപിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇത് വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആസ്വാദകരിൽ ഒരു പ്രത്യേക ആവേശമാണ് കാണാനായത്. നടീനടന്മാർ അഭിനയിച്ചുകൊണ്ടുള്ള രംഗാവിഷ്കാരങ്ങളും ഈ പാട്ടിന് വേണ്ടി ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പാട്ടിലെ കഥാപാത്രമായി പ്രേക്ഷകർ എന്നെ കാണാത്തത് കൊണ്ടായിരിക്കാം ഈ ഗാനം ആലപിച്ച നായിക എന്ന ഒരു സ്ഥാനം എനിക്ക് തരുന്നതും. തന്നെ വിവാഹം ചെയ്യാൻ ആരും വന്നില്ലെങ്കിലും പാടത്ത് പണിയെടുത്ത് ജീവിക്കാം എന്നൊരു പ്രത്യാശയാണ് ഗായിക ശ്രോതാക്കൾക്ക് നൽകുന്നത്. എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം, പണവും വേണം എന്ന വരിക്ക് ശേഷം മണ്ണും നോക്കി പൊന്നും നോക്കി എന്നെ കെട്ടാൻ വന്നില്ലേലും അരിവാളുകൊണ്ട് ഏൻ കഴിയും എന്ന വരി എനിക്ക് വേണ്ടി ചന്തുവേട്ടൻ ചേർത്തതാണ്. മലയാളികൾ അധികമുള്ള ഏകദേശം എല്ലാ ഇന്ത്യൻ പട്ടണങ്ങളിലും ഞാൻ ഈ ഗാനം പാടിയിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾക്ക് ആധിപത്യമുള്ള സദസ്സുകളിൽ പോലും ഈ പാട്ട് പാടണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു. ക്രമേണ നിന്നെ കാണാൻ എന്നെക്കാളും ജനകീയമാക്കിയ ഗായികയായി ഞാൻ അറിയപ്പെടാൻ തുടങ്ങി. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ എന്ന് തുടങ്ങുന്ന ഫാസ്റ്റ് നമ്പറാണ് പ്രേക്ഷകരെ ഏറ്റവും പ്രകമ്പനം കൊള്ളിച്ച നാടൻ പാട്ട്. ശ്രോതാക്കളിൽ കട്ട ആവേശം ജനിപ്പിക്കുന്ന താളവും മേളവും പ്രമേയവുമാണല്ലോ ഈ പാട്ടിന്. ഗായകർക്കും ശ്രോതാക്കൾക്കും ഒരുമിച്ച് പാടി നൃത്തം ചെയ്യാം. രാജ്യത്തും വിദേശങ്ങളിലും ശ്രോതാക്കളെ കോരിത്തെരിപ്പിച്ച ഗാനം ലണ്ടൻ, പാരീസ്, സ്വിറ്റ്സർലാൻഡ് മുതലായ 15 യൂറോപ്യൻ കേന്ദ്രങ്ങളിലും സൗദി ഒഴിച്ചുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഞങ്ങൾ ഈ പാട്ടുമായി പോയിട്ടുണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ ആരംഭിച്ചാൽ എല്ലാം മറന്ന് ഞങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന മലയാളികളെയാണ് അവിടെയൊക്കെ കാണാൻ സാധിച്ചത്. നാടിനെക്കുറിച്ച് ഏറ്റവും അനുഭവത്തോടെ മലയാളികൾ ഓർക്കുന്നത് നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെയാണെന്നതിന്റെ സാക്ഷ്യപത്രവുമാണ് ഈ ഗാനം. മറ്റ് പല നാടൻ പാട്ടുകളിലും ശോകത്തിന്റെ പോറലുകളുണ്ട്. എന്നാൽ കൊച്ചിക്കാരി കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പലർക്കുമുള്ളിൽ കുളിരു കോരുന്നൊരു അനുഭവമാണ്. ഈ പാട്ട് ആഹ്ലാദത്തോടെ നൽകുന്നത് ബാല്യകാല സ്മരണകളും ഗുഹാതുരത്വവും ചേർന്നൊരു അനുഭൂതിയാണ്. മണിച്ചേട്ടന്റെയും ജിതേഷ് ചേട്ടന്റെയും ഫേവററ്റ് നമ്പറുകളും അതുപോലെയുള്ള മറ്റ് പ്രശസ്ത ഗാനങ്ങളും ശ്രോതാക്കൾ ആവശ്യപ്പെടുമ്പോൾ പാടാറുണ്ട്. മണിച്ചേട്ടന്റെ സൂപ്പർ ഹിറ്റ് ഗാനം ബാലേട്ടൻ മോളെ ലേഡി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ എന്നത് പാടാൻ പതിവായി പ്രേക്ഷകർ ആവശ്യപ്പെടാറുണ്ട്. അജഗജാന്തരം എന്ന സിനിമയിൽ ഞാൻ പാടിയ ഒള്ളുള്ളേരി ഒള്ളുള്ളേരി മാണിനങ്കേരയാണോ അതോ അടുത്ത കാലത്തിറങ്ങിയ ഏതെങ്കിലും നാടനല്ലാത്ത ഗാനമാണോ കൂടുതൽ ഇഷ്ടമെന്ന് സംഗീത പ്രേമികളോട് ചോദിച്ചു നോക്കൂ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ആദിവാസി വിഭാഗമായ മാവിലരുടെ പരമ്പരാഗത ഗീതമാണിത്. മലയാളമല്ലാത്തൊരു നാടൻ പാട്ട് കേരളത്തിൽ മുമ്പൊരിക്കലും ഇത്രയും പ്രശസ്തമായിട്ടില്ല. ഒരുപാട് നിയമാവലികൾ അനുസരിച്ച് പാടേണ്ടതാണ് ശാസ്ത്രീയ സംഗീതം. അല്ലെങ്കിൽ രാഗത്തിൻ്റെയും താളത്തിൻ്റെയും പല്ലവിയുടെയും ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നുണ്ട് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ നമ്പറുകൾക്കെല്ലാം. എന്നാൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതലുള്ള അവന്റെ സ്വതന്ത്രമായ താളബോധമാണ് നാടൻ പാട്ടുകൾക്ക് ആധാരം. അതിൻ്റെ ആഴവും പരപ്പും ക്ലാസിക്കൽ ചുവയുള്ളവയ്ക്ക് ലഭിക്കില്ല. ക്ലാസിക്കലിൽ കാണുന്ന എല്ലാ ഈണങ്ങളും നാടൻ പാട്ടുകളിൽ കണ്ടെത്താനും കഴിയും. അതിനാൽ നാടൻ പാട്ടുകളാണ് ശാസ്ത്രീയ സംഗീതത്തിന്റെ മാതാവ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന പാതയിലുള്ള ഹരിജൻ കോളനിയിലായിരുന്നു താമസം. ഇപ്പോൾ കുന്നംകുളത്തിനടുത്തുള്ള പെരുമ്പിലാവിൽ പുതിയ വീട് വെച്ചു. വള്ളിയും ഉണ്ണിയും മാതാപിതാക്കൾ. നാടൻ പാട്ട് കലാകാരനായ ഭർത്താവ് മനോജ് പെരുമ്പിലാവാണ് എൻ്റെ പ്രചോദനം. മകൻ കാളിദാസിന് 11 വയസ്സുണ്ട്.